നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയെക്കാളും ചെറിയൊരു ഇൻഡസ്ട്രി ആയിരുന്ന കന്നഡ ഇൻഡസ്ട്രി ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഋഷഭ് ഷെട്ടി. ഇവിടെ ഓരോ ഡയറക്ടർമാർ ഒരു പടം മര്യാദയ്ക്ക് ഡയറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോഴത്തേക്കാണ് ആളൊരു കഥ എഴുതി അത് ഡയറക്റ്റ് ചെയ്ത് അതിലെ മെയിൻ റോളും വേറെ ലെവൽ അഭിനയിച്ച് കേൾക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ പലരും ഇവിടെ ആളെ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ആളെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നതൊക്കെ കാന്താര എന്ന സിനിമ ഇറങ്ങിയപ്പോഴായിരിക്കും. പക്ഷെ അതിനു മുമ്പേ ആൾ സത്യത്തിൽ കന്നഡ ഇൻഡസ്ട്രിയുടെ ഒരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ഋഷഭ് ഷെട്ടി എന്ന റൈറ്റർ, ഡയറക്ടർ, ആക്ടറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. കാര്യം ആൾ ഇപ്പോൾ ഒരു റൈറ്റർ, ഡയറക്ടർ, ആക്ടർ ആണെങ്കിൽ പോലും ആൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഒരു ആക്ടറായിട്ടാണ്. ആൻഡ് അങ്ങനെ പുള്ളി വന്ന് ആദ്യമായിട്ട് ചെയ്ത പടം തുഗ്ലക്ക് എന്ന് പറഞ്ഞൊരു പടമാണ്. അത് 2012 പുള്ളി ചെയ്തത്. ആൾ ചെയ്ത ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് വന്നത്. ബട്ട് ആ ഒരു ക്യാരക്ടറിന് അത്ര വലിയ റെക്കഗ്നിഷനോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതങ്ങനെ വലുതായിട്ട് ആൾക്കാരെ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷം 2 പടമാണ് ആൾ ചെയ്തത്. അട്ടഹാസം എന്ന് പറഞ്ഞൊരു പടവും അതുപോലെ ലൂസിയ എന്ന് പറയുന്നൊരു പടവും. 2 പടത്തിൽ നിന്നും ആൾക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ആൾക്ക് വലിയ റെക്കഗ്നിഷനോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാരണം അതിലൊന്നും മെയിൻ ക്യാരക്ടേഴ്സ് കാര്യങ്ങളായിട്ടൊന്നും അല്ല ആൾ ചെയ്തേക്കുന്നത്. ചെറിയ റോൾസ് കാര്യങ്ങളൊക്കെയാണ് ആൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിന് ശേഷം ഉളിതവാരു കണ്ടന്തി എന്ന് പറയുന്നൊരു പടത്തിലൂടെയാണ് ആൾക്ക് അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് ആൾക്കാർ ആളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇനി ഈ ഒരു പടം നമ്മുടെ രക്ഷിത് ഷെട്ടിയുടെ പടമാണ്. പുള്ളിയാണിത് എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും അഭിനയിച്ചതും. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ ഷെട്ടി ഗ്യാങ്ങിലുള്ള 3 പേരും അടിപൊളിയായിട്ട് പടം എഴുതി ഡയറക്റ്റ് ചെയ്ത് അതിൽ തന്നെ അഭിനയിക്കും മെയിൻ റോളറായിട്ട്. അതും എല്ലാം കിടിലമായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതായത് എഴുതുന്ന ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, അഭിനയം ആയിക്കോട്ടെ, എല്ലാം ടോപ്പ് നോജിയനാണ്. അതിപ്പോൾ 3 പേരും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ രാജ്പി ഷെട്ടി ആയിക്കോട്ടെ, ഋഷഭ് ഷെട്ടി ആയിക്കോട്ടെ, നമ്മുടെ രക്ഷിത് ഷെട്ടി ആയിക്കോട്ടെ, എല്ലാം ടോപ്പ് നോച്ചായിട്ട് തന്നെ ചെയ്യും. അതുപോലെ ഈ ഒരു പടത്തിന് ശേഷമാണ് ആളൊരു ഡയറക്ടറായിട്ട് മാറുന്നത്. അതായത് ഇത് കഴിഞ്ഞിട്ട് ആൾ ചെയ്തത് ആളുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ പടമാണ്. പടത്തിന്റെ പേര് റിക്കി എന്നാണ്. ആൻഡ് പടത്തിലെ മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് നമ്മുടെ രക്ഷിത് ഷെട്ടിയാണ്. അതായത് നമ്മുടെ ഷെട്ടി മെമ്പേഴ്സ് വീണ്ടും ഒരുമിച്ചു. ആൻഡ് ഈ ഒരു പടം എഴുതി ഡയറക്റ്റ് ചെയ്തത് പുള്ളി തന്നെയാണ്, ഋഷഭ് ഷെട്ടി. ഫസ്റ്റ് പടം അത്യാവശ്യം നല്ലതായിരുന്നു എങ്കിൽ പോലും വലിയ ബോക്സ് ഓഫീസിലൊന്നും വലിയ സംഭവമായില്ല. ബട്ട് ഇനിയാണ് ട്വിസ്റ്റ്. അതായത് അതേ ഈ സെയിം കൊല്ലം, അത് 2016 തന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്ത അടുത്ത പടം ഇറങ്ങി. അതായത് പുള്ളി എഴുതി ഡയറക്റ്റ് ചെയ്ത കിറുക്ക് പാർട്ടി എന്ന് പറയുന്ന അടുത്ത പടം. ഈ പടത്തിലെ ലീഡ് ക്യാരക്ടറും രക്ഷിത് ഷെട്ടി തന്നെയാണ്. കഴിഞ്ഞ പടത്തിൽ ആരാണോ ഉണ്ടായിരുന്നത് അതേ ആളെ എടുത്ത് തന്നെ അടുത്ത പടം ഇറക്കി. ആ പടം കീറി കൊളുത്തി കന്നഡയിലെ ഫസ്റ്റ് 50 കോടി കളക്ഷൻ നേടിയ പടമാണത്. ഈ ഒരു പടമാണ് ഋഷഭ് ഷെട്ടിക്ക് ആസ് എ ഡയറക്ടർ എന്ന രീതിക്ക് നല്ലൊരു റീച്ച് കൊടുത്തതും ഒരു ഡയറക്ടർ എന്ന രീതിക്ക് ഒരു ബ്രാൻഡാക്കി മാറ്റിയത്. അതുകൂടാതെ ഈ ഒരു പടത്തിലാണ് നമ്മുടെ രശ്മിക മന്ദാന ആദ്യമായിട്ടൊരു ലീഡ് ക്യാരക്ടറിൽ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത ചെയ്യുന്ന പടം എന്ന് പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ്. അതായത് പുള്ളി തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതവൻ്റെ പേരെന്ന് പറയുന്ന ഒരു വല്ലാത്ത പേരാണ്, ഞാൻ പറയാം. സർക്കാരി ഹിരിയ പ്രാഥമിക ശാല കാസർഗോഡ് ഗുഡുങ്കെ രാമണ്യ റായ്. എന്തൊരു പേരടേ. സംഭവം പേരിന് ഇത്ര വലിയ വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. ആൻഡ് ഈ ഒരു പടത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അതായത് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ചിൽഡ്രൻ മൂവി എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് ആള് ഫസ്റ്റ് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നൊരു പടം ഇറങ്ങുന്നത്. അത് ബെൽബോട്ടോ എന്നാണ് പടത്തിന്റെ പേര്. ഇത് കഴിഞ്ഞ് പുള്ളി ഹീറോ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതുപോലെ കഥസംഗമം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. വേറെയും പടമൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ പടവും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. നമ്മുടെ കരിയറിൽ കുറച്ച് മെയിൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പടങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ 2021 നമ്മുടെ ഗരുഡ ഗമന വൃഷഭവാഹനം ഇറങ്ങുന്നത്. ഈ പടം പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മലയാളത്തിലൊക്കെ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പടത്തിന്റെ ക്ലിപ്സ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചന്ദ്രചൂഡ പാട്ടിട്ടുള്ള ഒരു സംഭവം. ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് രാജ്പി ഷെട്ടിയാണ്. അതുപോലെ തന്നെ ഈ പടം എഴുതിയേക്കുന്നതും ഡയറക്ട് ചെയ്തേക്കുന്നതും രാജ്പി ഷെട്ടി തന്നെയാണ്. അതുപോലെ നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ് ഈ പടത്തിലെ ഒരു വേറെ മെയിൻ ഒരു ക്യാരക്ടർ കൂടെ ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് അത്യാവശ്യം ആൾക്കാരെ ശ്രദ്ധിച്ച ഒരു പടം കൂടാണ്. ഈ പടം കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി കണ്ടു നോക്ക്. വെറുത്ത് പടമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാന്താര പടം ഇറങ്ങുന്നത്. ബാക്കി എന്നെ സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പടം എല്ലായിടത്തും ഹിറ്റായിരുന്നത് മാത്രമല്ല, ഓൾമോസ്റ്റ് ഒരു 15 കോടി ബഡ്ജറ്റിൽ വന്നിട്ട് പടം ഓൾമോസ്റ്റ് 400 കോടി പ്ലസ് ആണ് വാരിയത്. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കന്നഡയിൽ നിന്ന് ഓൾറെഡി KGF 2 ഒരു വലിയ സെൻസേഷൻ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സെയിം വർഷം തന്നെയാണ് നമ്മുടെ ഈ കാന്താര ഇറങ്ങുന്നത്. ഓൾറെഡി KGF ഇറങ്ങിയിട്ട് കന്നഡ ഇൻഡസ്ട്രി വേറെ ലെവലിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ കാന്താരയും കൂടെ ആയപ്പോഴത്തേക്കിന് ആ ഒരു ലെവൽ അടിച്ചുറപ്പിച്ചെന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കാന്താരയിൽ പുള്ളി അഭിനയിക്കുക മാത്രമല്ല, അതും പുള്ളി തന്നെയാണ് എഴുതി ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. അതുപോലെ തന്നെ അതിന് പുള്ളിക്ക് നാഷണൽ അവാർഡും കിട്ടുകയും ചെയ്തു ബെസ്റ്റ് ആക്ടറിനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആൾ ഡയറക്റ്റ് ചെയ്യുന്ന 4ാമത്തെ പടമാണ് കാന്താര. 4ാമത്തെ പടം ഏത് റേഞ്ചിൽ പോയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കാന്താരയുടെ പ്രീക്വൽ ആയിട്ടുള്ള കാന്താര ചാപ്റ്റർ 1 ഇറങ്ങിയിട്ടുണ്ട്. അത് ഏത് റേഞ്ചിലാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. കാരണം പടത്തിന് ഫുള്ള് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് മാത്രമല്ല, നല്ല രീതിക്ക് കളക്ഷനും കയറുന്നുണ്ട്. 1000 കോടി കളക്ഷൻ അടിക്കാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഉള്ള പടമാണ്. കാരണം നല്ല ഹിറ്റാണ്. നല്ല ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും
നല്ല രീതിക്ക് പടം കളക്ഷൻ വരുന്നുണ്ട്. 1000 കോടി അടിക്കുമെന്നൊന്നും അറിയത്തില്ല. 1000 കോടി അടിക്കുവാണെങ്കിൽ വീണ്ടും ഋഷഭ് ഷെട്ടിയുടെ പേരിൽ കന്നഡ ഇൻഡസ്ട്രി വീണ്ടും വേറെ ലെവലിലേക്ക് പോകും. അല്ല, എനിക്കറിയാത്ത കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി പല ആൾക്കാരും അല്ലെങ്കിൽ പല ഡയറക്ടേഴ്സ് ഇവിടെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കഷ്ടപ്പെടുമ്പോഴത്തേക്കിനാണ് ഋഷഭ് ഷെട്ടി ഒരു പടം എഴുതി അത് ഡയറക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കൂടി കാണിച്ചിട്ട് പുള്ളി ഇറക്കുന്നത്. എങ്ങനെയാണ് പുള്ളി ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് ദി ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാം ദി ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് പുള്ളി ഇതെല്ലാം കൂടെ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഇനി പടത്തിന്റെ കുറച്ച് അഭിപ്രായം പറയാം. അതായത് നമ്മുടെ കാന്താര ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കാന്താരയുടെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ശരിക്കും ഒരു സെക്കൻഡ് പാർട്ടല്ല, അത് പടത്തിന്റെ പ്രീക്വലാണ്. അതായത് കാന്താര ആദ്യം ഇറങ്ങിയ കാന്താരയുടെ പ്രീക്വലാണ് ഇത് പടം. അതായത് ഈ ആദ്യം ഇറങ്ങിയ കാന്താരയുടെ മുമ്പ് നടന്ന കഥ. അതായത് ടെക്നിക്കലി ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയതാണ് പാർട്ട് 1. ഇപ്പം ആ ഒരു പടത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഹോണസ്റ്റ്ലി പറയുവാണെങ്കിൽ ആദ്യമേ ഇറങ്ങിയ കാന്താര എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിലെ ക്ലൈമാക്സ് പോർഷൻസ് മാത്രം എനിക്ക് വർക്ക് ആയുള്ളായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് അത്യാവശ്യം അവറേജ് പോലായിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് ആ ക്ലൈമാക്സ് പോർഷൻ മാത്രം ഇഷ്ടപ്പെട്ടുള്ളായിരുന്നു. ചിലപ്പം ഒരുപക്ഷെ ആൾക്കാർ ഒരുപാട് ഹൈപ്പൊക്കെ തന്ന് ഞാൻ പടം OTT-ലാണ് കണ്ടത്, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞത്. ആ ഒരു പടം എനിക്ക് അത്ര വർക്ക് ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും വെക്കാതാണ് ഇപ്പോൾ ഇറങ്ങി പ്രീക്വൽ കാണാൻ വേണ്ടി പോയത്. പടം കണ്ട് എനിക്ക് പടം വേറെ ലെവലായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറഞ്ഞാൽ പടം കണ്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ബ്രഹ്മാണ്ഡ സാധനം കണ്ട ഫീലായിരുന്നു. കാരണം പടം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് പടത്തിലെ പെർഫോമൻസ് കാര്യങ്ങൾ. പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാന്താര ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ ഒരു 10 ഇരട്ടിക്കുള്ള സാധനമുണ്ട് കാന്താരയുടെ ഇപ്പം ഇറങ്ങിയ പടത്തിൽ. ശരിക്കും ഒന്ന് പറയാൻ എനിക്ക് വേറെ ലെവലിൽ പടം ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും പടം കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഡൗട്ടും വെക്കണ്ട, നേരെ തിയേറ്ററിലോട്ട് വിട്ടു. വെർത്ത് പടം എന്ന് വെച്ചാൽ വെർത്ത് പടമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ആ പടം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് നേരെ പോയി കാണാം. കാരണം ഇത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഓൺ പോലെ നിൽക്കുന്ന പടമാണ്. അതിന് എനിക്ക് പടത്തിൽ ആകെ ഒരു നെഗറ്റീവ് തോന്നിയത് പടത്തിലെ കോമഡി മാത്രമാണ്. കാരണം ഞാൻ ഇവിടെ തമിഴാണ് കണ്ടത്, മലയാളത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ മലയാളം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുറേ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കോമഡി സീൻസ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കുറേ സാധനങ്ങൾ. അത് കൂടാതെ ഫസ്റ്റ് ഹാഫിൽ വലിച്ചു വാരി കുറേ കോമഡി ഉണ്ട്, ആവശ്യമില്ലാതെ കുറേ സാധനത്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അത്ര അങ്ങോട്ടും ഇല്ല, എങ്കിലും ആ സ്ഥാനത്തൊക്കെ അടിക്കുന്ന കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് പടത്തിൽ തോന്നിയത്. വേറെ ഒന്നും എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. ടെക്നിക്കലി പടം വേറെ ലെവലാണ്. അതുപോലെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനം. ഇതുപോലൊരു പടമൊക്കെ വരുന്നത് വളരെ റെയർ ആയിട്ടാണ്. കാരണം ഇതുപോലത്തെ ഇത് ബ്രഹ്മാണ്ഡ പടം തന്നെയാണ്, വേറെ ഒന്നുമില്ല പറയേണ്ടത്, ബ്രഹ്മാണ്ഡ പടം തന്നെയാണ്. അത് മാത്രമല്ല ഇതുപോലെ റെയർ ആയിട്ടാണ് ഫസ്റ്റ് പാർട്ടിനേക്കാളും നല്ല സെക്കൻഡ് പാർട്ടുകൾ വരുന്നത്. അങ്ങനെ ഓൾറെഡി അത്രയും വലിയ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിന് മേളിലൊരു പടം എടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് പാർട്ട് ഇറക്കിയിട്ട് അതിൻ്റെ അത്രയും വരാതെ എപ്പോഴും സെക്കൻഡ് പാർട്ട് പടങ്ങൾ ഇവിടെ ഇറങ്ങുന്നത്. അതുപോലെ ഈ പടത്തിലെ പെർഫോമൻസ് വേറെ ലെവലാണ്. ഞാൻ ഈ ഒരു പെർഫോമൻസിന് ഋഷഭ് ഷെട്ടി 110% നാഷണൽ അവാർഡിന് വെർത്തായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്നൊന്നും അല്ല, ഉറപ്പായിട്ട് ഇതിലും വലിയ കോമാളിത്തരാവും നാഷണൽ അവാർഡ് 100%. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും പടം വേറെ ലെവലാണ്. ആരെങ്കിലും പടം കണ്ടിട്ടില്ലെങ്കിൽ നേരെ തിയേറ്ററിൽ പോയി കണ്ടോ, ആർക്കും ഡൗട്ടൊന്നും വേണ്ട, പടം ഉറപ്പായിട്ട് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഏതെങ്കിലും രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും വിഷ്വൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ വെർത്താണ് പടം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പടം കണ്ടവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പടത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.